പുറത്തുവിട്ടത് തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി അംഗീകരിക്കണമെന്ന് പശ്ചിമ ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ ശുഭാങ്കർ സർക്കാർ. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ജൂലൈ 21 നടക്കുന്ന രക്തസാക്ഷി ദിന പരിപാടിയിലേക്ക് മമതയെ ശുഭാങ്കർ സ്വാഗതം ചെയ്യുകയും ചെയ്തു. 1993 ജൂലൈ 21 പ്രക്ഷോഭത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഷാഹിദ് മിനാറിലെ പരിപാടിയുടെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്ത ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രക്ഷോഭത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം മമതാ ബാനർജി തിരിച്ചറിയണമെന്നും അതിന്റെ പാരമ്പര്യം മാറ്റിയെഴുതാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. 3 പതിറ്റാണ്ട് മുമ്പ് കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപവൽക്കരിച്ച മമതാ ബാനർജി ആ തീരുമാനം തെറ്റായിരുന്നുവെന്ന് അംഗീകരിക്കണം. ഷാഹിദ് മിനാറിൽ നടക്കുന്ന കോൺഗ്രസ് പരിപാടിയിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ അവരെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 1993 ജൂലൈ 21 യൂത്ത് കോൺഗ്രസിന്റെ ബാനറിലാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചതെന്നും കോൺഗ്രസുമായുള്ള അതിന്റെ ബന്ധം ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതനിരപേക്ഷ ശക്തികളുടെ ഐക്യം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1993 ജൂലൈ 21 യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ പോലീസ് വെടിവെപ്പിൽ 13 പേർ കൊല്ലപ്പെട്ട സംഭവം എല്ലാ വർഷവും ആചരിച്ചു പോരുന്നുണ്ട്. അന്ന് മമതാ ബാനർജി കോൺഗ്രസ് നേതാവായിരുന്നു. പിന്നീട് 1998 അവർ കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് രൂപവൽക്കരിച്ചു. തൃണമൂൽ കോൺഗ്രസ് രൂപവൽക്കരിച്ചതിന് ശേഷവും എല്ലാ വർഷവും മെഗാ റാലികളോടെ പ്രക്ഷോഭ ദിവസം മമതാ ബാനർജിയും പാർട്ടിയും ആചരിച്ചിരുന്നു. കോൺഗ്രസ് ലളിതമായ പരിപാടികളോടെ ആ ദിവസം ആചരിക്കുന്നത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് റാലികൾ അവരുടെ പാർട്ടിയുടെ സംഘടനാ ശക്തിയുടെ പ്രകടനമായി മാറിയിരുന്നു. അതേസമയം മമതാ ബാനർജിയോ തൃണമൂൽ കോൺഗ്രസോ കോൺഗ്രസ് നേതാവിന്റെ ക്ഷണത്തോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് ശേഷം മമതാ ബാനർജിക്ക് തിരിച്ചടിയുടെ സമയമായിരുന്നു. കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിന്റെ 3 ബാങ്ക് അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിന്റെ ഭാഗമായിരുന്നു നടപടി. തൃണമൂൽ കോൺഗ്രസിന്റെ പേരിലുള്ള 3 HDFC ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചതെന്നും ഈ അക്കൗണ്ടുകളിലായി 440.42 കോടി രൂപയാണുള്ളതെന്നും ED പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. പാർട്ടി ഫണ്ടുകളിലൂടെ വൻതോതിൽ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ഇതിലാണ് അന്വേഷണം നടത്തുന്നതെന്നും ED അറിയിച്ചു. അതേസമയം സംഭവത്തിൽ മമത ഉൾപ്പെടെയുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആരും പ്രതികരിക്കുകയും ചെയ്തില്ലായിരുന്നു. 2023 ഏപ്രിൽ മുതൽ 2026 ജൂൺ വരെയുള്ള കാലയളവിൽ തൃണമൂലിന്റെ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം 160 കോടി രൂപ കെയർവെൽ ഏവിയേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. കെയർവെല്ലുമായി ബന്ധിച്ച് മറ്റൊരു കമ്പനിയുടെ അക്കൗണ്ടിലേക്കും സമാന രീതിയിൽ പണം കൈമാറിയിട്ടുണ്ട്. ഈ പണം ഉപയോഗിച്ച് കെയർവെൽ ഏവിയേഷൻ എംബ്രയർ ലെഗസി 600 ബിസിനസ് ജെറ്റും അഗസ്ത 109 SP ഹെലികോപ്റ്ററും വാങ്ങി. ഏകദേശം 112 കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. അഗസ്ത ഹെലികോപ്റ്റർ വാങ്ങാൻ വിദേശ ഫണ്ടും ഉപയോഗിച്ചിരുന്നു. എന്നാൽ കെയർവെൽ ഏവിയേഷന് കിട്ടിയ പണത്തിൽ ഭൂരിഭാഗവും തൃണമൂൽ അക്കൗണ്ടുകളിൽ നിന്നാണെന്ന് ED പറയുന്നു. ഈ ഹെലികോപ്റ്ററും മറ്റും പിന്നീട് തൃണമൂലിന് വാടകയ്ക്ക് നൽകിയെന്നും ഇതിന്റെ വാടകയായി വീണ്ടും വലിയ തുക തൃണമൂൽ അക്കൗണ്ടിൽ നിന്ന് കെയർവെല്ലിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുകളെല്ലാം സംശയാസ്പദമാണെന്ന് ED പറയുന്നത്. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട ദില്ലിയിലെ 5 ഇടങ്ങളിലും ED റെയ്ഡ് നടത്തിയിരുന്നു. കെയർവെൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലായിരുന്നു EDയുടെ പരിശോധന നടന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.